സുഹൃത്തുക്കളെ, മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ സമ്പന്നരുടെ എണ്ണം റെക്കോർഡ് തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ M3M ഹൂ റൂൾ ഇന്ത്യ റീച്ച് ലിസ്റ്റ് 2025 പ്രകാരം രാജ്യത്തെ $, ശതകോടീശ്വരന്മാരുടെ, അതായത് $1 ബില്യൺ അധികം സമ്പാദ്യമുള്ളവർ 358 വർദ്ധിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 24 പേരാണ് അധികമായി ഈ പട്ടികയിൽ ഇടം നേടിയത്. 1000 കോടി രൂപയോ അതിലധികമോ സമ്പത്തുള്ള 1687 വ്യക്തികളാണ് ഈ വർഷം പട്ടികയിലുള്ളത്. ഇതിൽ 284 പേർ പുതിയതായി പട്ടികയിൽ ഇടം നേടിയവരാണ്. അതേസമയം 643 പേർക്ക് സമ്പത്ത് നഷ്ടപ്പെടുകയും 139 പേർ പട്ടികയിൽ നിന്ന് പുറത്താകുകയും ചെയ്തിട്ടുണ്ട്. മുകേഷ് അംബാനി 9.55 ലക്ഷം കോടി രൂപയുടെ സമ്പാദ്യവുമായി ശതകോടീശ്വരന്മാരിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. ഗൗതം 8.14 ലക്ഷം കോടി രൂപയുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ 12,490 കോടി രൂപയുടെ സമ്പാദ്യവുമായി ആദ്യമായി ശതകോടീശ്വരന്മാരുടെ ക്ലബിൽ പ്രവേശിച്ചു. ചെന്നൈയിൽ ജനിച്ച അരവിന്ദ് ശ്രീനിവാസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയായ പെർപ്ലക്സിറ്റിയുടെ സ്ഥാപകനാണ്. 21,190 കോടി രൂപയുടെ സമ്പാദ്യവുമായി അരങ്ങേറ്റം കുറിച്ച ഇദ്ദേഹമാണ് പട്ടികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ. HCL ഗ്രൂപ്പിലെ റോഷ്നി നാടാരാണ് ടോപ്പ് 10 ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ബജാജ് കുടുംബത്തിൻ്റെ സമ്പത്ത് 43% വർദ്ധിച്ച് 2.33 ലക്ഷം കോടി രൂപയായി അവർ 4 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 6ാം സ്ഥാനത്തെത്തി. പട്ടികയിലെ ആകെ സമ്പത്ത് 167 ലക്ഷം കോടി രൂപയാണ്. ഇത് ഇന്ത്യയുടെ GDPയുടെ ഏകദേശം പകുതിയോളം വരും. 5 വർഷം മുമ്പ് 200 ആയിരുന്ന ഡോളർ ശതകോടീശ്വരന്മാരുടെ എണ്ണം ഇപ്പോൾ 358 ആയി. ഏറ്റവും ധനികരായ ടോപ്പ് 10 വ്യക്തികൾ മൊത്തം സമ്പത്തിൻ്റെ 27% കൈവശം വെച്ചിരിക്കുന്നു. 1000 കോടി രൂപയിൽ അധികം സമ്പാദിച്ച വ്യക്തികളുടെ എണ്ണം 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയിലധികമായി. മാത്രമല്ല, ഈ സമ്പന്നർ തുടക്കത്തിലെ 10 നഗരങ്ങളിൽ നിന്ന് ഇന്ന് 91 നഗരങ്ങളിലേക്ക് വ്യാപിച്ചു എന്ന് M3M ഹൂ റൂൾ ഇന്ത്യ അറിയിച്ചു. സിലിക്കൺ വാലിയിലെ ജയശ്രീ ഉള്ളാൽ, ലണ്ടനിലെയും ദുബായിലെയും വ്യവസായ പ്രമുഖർ, പുതിയ ഗൾഫ് ശതകോടീശ്വരന്മാർ എന്നിവരുമായി സമ്പത്ത് വർധനവ് അതിർത്തികൾക്കപ്പുറത്തേക്ക് വളരുന്നുവെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ബോംബെ 451 പേരുമായി ശതകോടീശ്വരന്മാരുടെ തലസ്ഥാനമായി തുടരുന്നു. തൊട്ടുപിന്നിൽ ബാംഗ്ലൂരു 116, ഹൈദരാബാദ് 102, ചെന്നൈ 94, പൂനെ 66 എന്നിവയുമുണ്ട്. ഇത് സമ്പത്തിൻ്റെ കേന്ദ്രങ്ങൾ വികേന്ദ്രീകരിക്കപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നു. മേഖലകളിൽ ഫാർമസ്യൂട്ടിക്കൽസ് 137 പേർ ആണ് ഒന്നാമത്. തുടർന്ന് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ 132, രാസവസ്തുക്കളും പെട്രോ കെമിക്കൽസും 125, സോഫ്റ്റ്വെയർ ആൻഡ് സേവനങ്ങൾ 110, റിയൽ എസ്റ്റേറ്റ് 99, കൂടാതെ അതിവേഗം വളരുന്ന ബയോടെക് മേഖല എന്നിവയുമുണ്ട്. ഹൂ റൂൾ റീച്ച് ലിസ്റ്റ് 2025 66% പേർ 1115 വ്യക്തികൾ സ്വയം സമ്പാദിച്ചവരാണ്. 5 വർഷം മുമ്പ് ഇത് 55% പുതിയതായി പട്ടികയിൽ വന്ന 284 പേരിൽ 74% പേരും സ്വന്തമായി സമ്പാദ്യം ഉണ്ടാക്കിയവരാണ്. ഹൂ റൂൾ ഇന്ത്യയുടെ സ്ഥാപകനും ചീഫ് റിസർച്ചറുമായ അനസ് റഹ്മാൻ ജുനൈദ് അഭിപ്രായപ്പെട്ടത്, ഇന്ത്യയിലെ ഏറ്റവും ധനികരുടെ മൊത്തം സമ്പത്ത് 167 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. 1044 വ്യക്തികൾ നേട്ടമുണ്ടാക്കിയപ്പോൾ 643 പേർക്ക് നഷ്ടമുണ്ടായി. ഇത് സമ്പത്ത് സൃഷ്ടിക്കാനുള്ള എഞ്ചിൻ ശക്തമായി തുടരുന്നു എന്ന് കാണിക്കുന്നു. ടോപ്പ് 10 ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ സമ്പാദ്യം 1.63 ലക്ഷം കോടി രൂപയിൽ നിന്ന് 1.83 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഏറ്റവും ധനികരുടെ ശരാശരി പ്രായം 69 കുറഞ്ഞു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 3 വയസ്സ് കുറവാണ്. പട്ടികയിൽ 97 സ്റ്റാർട്ടപ്പ് സ്ഥാപകരുണ്ട്. ഇതിൽ 46 പേർ ആദ്യമായി പട്ടികയിൽ ഇടം നേടിയവരാണ്. കൂടാതെ ലിസ്റ്റ് ചെയ്ത സ്റ്റാർട്ടപ്പുകളിൽ നിന്നുള്ള 12 സ്ഥാപകരും പട്ടികയിലുണ്ട്. ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ തന്നെ ദരിദ്രരുടെ എണ്ണം അതിവേഗതയിൽ വർദ്ധിക്കുകയാണെന്ന യാഥാർത്ഥ്യവും നാം മറക്കരുത്.